സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ ദിവസം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതൊരു കെട്ടിടത്തിൻ്റെയും മുൻവാതിലിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ആ വാതിലിലൂടെയാണ് എല്ലാവരും കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ആ വാതിലിനെ ഏറ്റവും മനോഹരമാക്കി പണിതെടുക്കുക പതിവാണ്. പ്രത്യേകിച്ച് വീടുകളുടെ മുൻവാതിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി മുൻവാതിൽ വളരെയധികം കൊത്തുപണികളോടുകൂടെ ഉണ്ടാക്കിയെടുക്കുക സർവ്വസാധാരണമാണ്. മുൻവാതിൽ വീടിൻ്റെ ഒരു വലിയ ഐശ്വര്യമായി കരുതുന്നവരുണ്ട്. പഴയ വീടുകൾക്ക് ഒരുപാട് വാതിലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കാലത്തെ വീടുകൾക്ക് സാധാരണഗതിയിൽ 2 വാതിലുകളാണ് ഉണ്ടാകുവാൻ സാധ്യതയുള്ളത്. ഏറ്റവും മുൻപിലുള്ളതായ ഒരു വാതിലും പിന്നിലുള്ളതായ ഒരു വാതിലും. അടുത്ത സമയത്ത് പണിതെടുക്കുന്ന ഓഡിറ്റോറിയങ്ങൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും മതിയായ വാതിലുകൾ ഉണ്ടാകണമെന്ന് ഗവൺമെൻറ് നിബന്ധന വെച്ചിട്ടുണ്ട്. തീപിടുത്തം പോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഉള്ളിൽ നിൽക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് വെളിയിലേക്ക് പോയി രക്ഷപ്പെടാനുള്ള വഴി എന്നുള്ള നിലയിൽ വാതിലുകൾക്ക് മതിയായ വീതി വിസ്താരം ഉണ്ടായിരിക്കണം എന്നും നിയമാവലിയിൽ പറയുന്നു. പുരാതന കാലത്തുള്ള രാജാക്കന്മാരുടെ കോട്ടകൾ നോക്കുകയാണെങ്കിൽ അതിന് ഒരു വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേരളത്തിലെ പല സ്ഥലങ്ങളിലുമുള്ള കൊട്ടാരങ്ങളും അതോട് ചേർന്നുള്ള കോട്ടകളും പരിശോധിച്ചാൽ ഈ കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. അതിപുരാതന കാലത്ത് പട്ടണങ്ങൾക്ക് ഒരു വാതിലാണ് ഉണ്ടായിരുന്നത്. അതിനെ പട്ടണവാതിൽ എന്ന് വിശേഷിപ്പിച്ചിരുന്നു എന്ന് കാണുവാൻ കഴിയും. വിശുദ്ധ ബൈബിളിൽ അതിനുള്ള രേഖകളുണ്ട്. ലോത്തിനെ കാണുവാനായി ദൂതന്മാർ ചെല്ലുമ്പോൾ ലോത്ത് പട്ടണവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതേപോലെ തന്നെ ബോവസ് രൂത്തിനെ വീണ്ടെടുക്കുന്നതിൻ്റെ കാര്യം നിജപ്പെടുത്തുന്നത് പട്ടണവാതിൽക്കൽ വെച്ചാണ്. ആ കാലത്ത് നാട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് പട്ടണവാതിൽക്കൽ കൂടി വരുമ്പോഴായിരുന്നു. പട്ടണത്തിലെ മൂപ്പന്മാർ പട്ടണവാതിൽക്കൽ കൂടിയിരുന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുക പതിവായിരുന്നു എന്നുള്ളത് തിരുവെഴുത്തിലെ ഈ ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യമാണ്. ഏതായിരുന്നാലും വാതിലിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. വാതിലിനെ സംബന്ധിച്ച് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനെ കർത്താവ് പറയുന്നു: ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ തിരുവായി മൊഴിഞ്ഞു: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഈ വാക്യങ്ങളിലെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. കർത്താവായ യേശു ക്രിസ്തുവാണ് യഥാർത്ഥ വാതിൽ. എവിടേക്കുള്ള വാതിലാണ്? സ്വർഗരാജ്യത്തിലേക്കുള്ള ഏക വഴി, പിതാവാം ദൈവത്തിങ്കിലേക്കുള്ള ഏക വഴി, ഏക വാതിൽ യേശുക്രിസ്തു മാത്രമാണ്. നാം വായിച്ചതുപോലെ നാശത്തിലേക്കുള്ള വഴി വളരെ വിശാലമായിട്ടുള്ളത്, കണ്ണിനിമ്പകരമായിട്ടുള്ളതൊക്കെ ആയിരിക്കാം. എന്നാൽ പിതാവാം ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ഒരാൾക്കും അതിന് സാധിക്കുകയില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്നാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്. ലോകം നമ്മുടെ മുൻപാകെ ഒരുപാട് വഴികൾ കാണിച്ചെന്നിരിക്കാം. എന്നാൽ കർത്താവായ യേശുക്രിസ്തു അനേക വഴികളിൽ ഒരു വഴിയല്ല, പിതാവാം ദൈവത്തിങ്കിലേക്കുള്ള ഏക രക്ഷാമാർഗമാണ്, ഏകവാതിലാണ്. കാരണം അവിടുന്ന് മാത്രമാണ് ഈ താണലോകത്തിലേക്ക് വന്ന് പാപമേശാത്തവനായി ജീവിച്ച് സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് പരിഹാരമായി കാൽവറി ക്രൂശിൽ മരിച്ചത്.
അവിടുത്തെ പരിപാവനമായ രക്തമാണ് സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് പരിഹാരമായി ഒഴുക്കിയത്. അവിടുന്ന് മാത്രമാണ് മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോയത്. അതുകൊണ്ട് ആ കർത്താവായ യേശു ക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് ജീവരക്ഷയുണ്ട്, അവർക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനമുണ്ട്. ഇന്ന് രാവിലെ ഈ സ്വർഗീയനാദം കേൾക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ജീവരക്ഷ പ്രാപിച്ച് ആ യേശു ക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തിന്റെ അരികിലേക്ക് ചെന്ന് ദൈവത്തെ ആരാധിക്കുവാനും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനം നേടുവാനും കർത്താവ് താങ്കളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. തേനിലും മാധുര്യമേറിയ തിരുവചനം ഓരോ ദിനവും മുടങ്ങാതെ കേൾക്കുവാൻ സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്. വാതിലിൽ നിന്നവൻ മുട്ടുന്നിതാ, സ്വർഗീയ വിളി കേൾക്കൂ. വാതിലിൽ നിന്നവൻ മുട്ടുന്നിതാ, സ്വർഗീയ വിളി കേൾക്കൂ. നിന്നോടു സ്നേഹത്തിൻ ബന്ധം പുലർത്താൻ ഹൃദയത്തിടെ വാതിൽ തുറക്കൂ. നിന്നോടു സ്നേഹത്തിൻ ബന്ധം പുലർത്താൻ ഹൃദയത്തിടെ വാതിൽ തുറക്കൂ. വാതിലിൽ നിന്നവൻ മുട്ടുന്നിതാ, സ്വർഗീയ വിളി കേൾക്കൂ. നിന്നോടു സ്നേഹത്തിൻ ബന്ധം പുലർത്താൻ ഹൃദയത്തിടെ വാതിൽ തുറക്കൂ. നിന്നോടു സ്നേഹത്തിൻ ബന്ധം പുലർത്താൻ ഹൃദയത്തിടെ വാതിൽ തുറക്കൂ.